ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു മധ്യവേനൽ അവധിയിലേക്ക് കുട്ടികളൊക്കെ പ്രവേശിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണവും അവരുടെ ഒരു പേഴ്സണാലിറ്റിയൊക്കെ കുറേ കൂടെ ബെറ്ററാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ വേനൽക്കാലം അല്ലെങ്കിൽ ഒരു അവധിക്കാലം, ഒരു വെക്കേഷൻ ടൈം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു വെക്കേഷൻ ടൈമായിട്ട് തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. അക്കാഡമിക് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് അവരുടെ ഒരു വ്യക്തിത്വ വികസനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത വളരെയേറെയാണ്. ധാരാളം അധികം പാരൻസും ചെയ്യുന്നത് അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിന് കുറേ കൂടെ ഹയർ ലെവലിലുള്ള സപ്പോർട്ട് ഈ സമയത്ത് കൊടുക്കുകയാണ് പലരും ചെയ്യുന്നത്. പക്ഷേ അവർ ഈ ലോകത്ത് ജീവിക്കാനായിട്ടുള്ള പ്രാപ്തി അവർക്കുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് ഡയറക്റ്റായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഓഫ്ലൈനായിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ കൂടുതലായിട്ട് ചെയ്യാനും ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളൊരു സമയമാണ് ഈ വെക്കേഷൻ ടൈം എന്നുള്ളത് പാരൻസ് എപ്പോഴും ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റികളിലൊക്കെ വേണ്ടുന്നതായിട്ടുള്ള ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ കൊടുക്കാനും അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാനും അവർ ഈ സമൂഹത്തിൽ ഇൻഡിപെൻഡൻ്റായിട്ട് വളർന്നു വരാൻ, ഈവൻ പാരൻസ് ഇല്ലെങ്കിൽ പോലും ഈ ലോകത്ത് വളരെ മെച്യൂർഡായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു വെക്കേഷൻ ടൈം എന്നുള്ളത് പാരൻസ് എല്ലാവരും ഓർത്തിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അച്ചീവ്മെൻറ്റും എഡ്യൂക്കേഷനിലൂടെയും കരിയറിലൂടെയും മാത്രമല്ല ഉണ്ടാവുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ലോകത്ത് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് കണ്ടക്ട് ചെയ്യേണ്ടത്, മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, വാല്യൂവിൻ്റെ ആവശ്യകത എന്താണ്, ഹാർഡ് വർക്കിൻ്റെ ആവശ്യകത എന്താണ്, സാക്രിഫിഷ്യലായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ, ഡയറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റികളും മറ്റ് ആൾക്കാരുമായിട്ട് ഉള്ള ഇടപെടലുകളൊക്കെ കൂട്ടേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുമായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനോ അതുപോലെയുള്ള ഡയലോഗ്സോ ഒക്കെ തന്നെ വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളൊക്കെ കൂടുതലും വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും അതിനുവേണ്ടിയുള്ള പ്രാധാന്യം കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള സാധ്യത കുറവായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ ലൈഫ് കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും ട്രൂത്ത്ഫുള്ളായിട്ടും കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഈ വേൾഡ് എന്താണെന്ന് കുറേ കൂടെ ഡീപ്പറായിട്ട് അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊടുത്തേ മതിയാവും. അപ്പോൾ പല ആൾക്കാർക്കും അവരെന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അവരുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നറിയില്ല. ഈ ലോകത്തെക്കുറിച്ച് ഒരു റിയാലിറ്റി പെർസെപ്ഷൻ പലർക്കും ഇല്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ആരോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് ഇങ്ങനെ ലൈഫ് കണ്ടക്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മെജോറിറ്റി ആൾക്കാരും ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതൊക്കെ മാറി കുറേ കൂടെ സീരിയസ് ആയിട്ടും ക്രിട്ടിക്കലായിട്ടും ലൈഫിനെ കാണാനും ഒരു ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ കുട്ടികളെ പ്രാപ്തരാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു വെക്കേഷൻ ടൈം എന്നുള്ളത് പാരൻസൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അവരുടെ ഒരു ഫുള്ളി ഫങ്ഷനിങ് ഇൻഡിവിജ്വലായിട്ട് അവർ ഫ്യൂച്ചറിൽ മാറി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനും അത് മോസ്റ്റ്ലി വീടുകളിൽ തന്നെ അത് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരൻസൊക്കെ ശ്രമിക്കുക. വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.